Hi friends, welcome to Sahrdaya Tech Talks. In this video, we are going to discuss about disassemblers, decompilers and simulators. First, we move to the disassemblers. Disassembler is a utility program which converts machine codes into target processor specific assembly codes or instructions. This process of conversions is known as disassembling. The disassembling process is complementary operations to the assembling or cross-assembly. Next, we move to the decompiler. Decompiler is a utility program which translates machine code to high-level language instructions. Decompiling process is complementary operation to the compiler or cross-compiler. ഇനി നമ്മൾ പറയാൻ പോണത് ഡീകമ്പൈലറും ഡിസസംബ്ലറും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ചില ഫങ്ഷൻസിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ സിമിലാരിറ്റീസ് ഉള്ള ഫങ്ഷൻസിനെ കുറിച്ച് നമ്മളിനി ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പോവുകയാണ്. Both are reverse engineering tools. Reverse engineering is a technology used to reveal the technology behind the working of a product. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഒരു പെന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ പെന്നിൻ്റെ ടോപ്പ്, നിബ്ബ്, ബോഡി പാർട്ട്, ടോപ്പ് പോർഷൻ, ബോട്ടം പോർഷൻ ഇതെല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തു. ഈ ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ പാർട്സിനെ കുറിച്ചും പഠിക്കാൻ പോവുകയാണ്. ഈ സ്റ്റഡിയെയാണ് നമ്മൾ റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് പറയാം. ഇനി ഡീകമ്പൈലറും ഡിസസംബ്ലറും റിവേഴ്സ് എൻജിനീയറിംഗിൽ എങ്ങനെ സഹായിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള എംബഡഡ് ഫേംവെയറിനെ അസംബ്ലി ഓർ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഡീകമ്പൈലറും ഡിസസംബ്ലറുമാണ്. ഇനി ഡീകമ്പൈലറും ഡിസസംബ്ലറും യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ സീക്രട്ട് ബിഹൈൻഡ് ദി പ്രൊഡക്റ്റ്. അതാണ് നമ്മൾ റിവേഴ്സ് എൻജിനീയറിംഗിൽ പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ സീക്രട്ട് ബിഹൈൻഡ് ദി പ്രൊഡക്റ്റ് പഠിക്കാൻ പറ്റും. ഇനി ഡീകമ്പൈലറും ഡിസസംബ്ലറും വെച്ചിട്ട് നമുക്ക് മലീഷ്യസ് കോഡ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു എക്സിക്യൂട്ടബിൾ ഇമേജോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഉണ്ടെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ലൈൻസ് ഓഫ് കോഡ്സിൽ വെച്ചിട്ട് അതിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ലൈൻസ് ഓഫ് കോഡ്സിനോ അല്ലെങ്കിൽ ഒരു കോഡിലുള്ള വൈറസുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഡീകമ്പൈലറും ഡിസസംബ്ലറും പവർഫുൾ ടൂൾസാണ്. ഡീകമ്പൈലർ ആൻഡ് ഡിസസംബ്ലേഴ്സ് ആർ അവൈലബിൾ ആസ് ഫ്രീവെയർ ഓർ കൊമേഴ്ഷ്യൽ ടൂൾസ്. ഫ്രീവെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ ടൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ അടച്ച് അങ്ങനെയൊക്കെ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യാനാണ് കൊമേഴ്ഷ്യൽ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി ഡീകമ്പൈലറും ഡിസസംബ്ലറും വെച്ച് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ എക്സാക്റ്റ് റെപ്ലിക്ക ഓഫ് ദി ഒറിജിനൽ അസംബ്ലി കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഒറിജിനൽ സോഴ്സ് കോഡിൽ കുറേ സിംബോളിക് നൊട്ടേഷൻസ് ഉണ്ടാവും, കമൻസ് ഉണ്ടാവും. ഈ കമൻസും സിംബോളിക് നൊട്ടേഷൻസും അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കോഡിലേക്ക് കിട്ടില്ല. എക്സാക്റ്റ് റെപ്ലിക്ക നമുക്ക് ഒരിക്കലും കിട്ടില്ല. സംവാട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഡായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഡിസസംബ്ലറും ഡീകമ്പൈലറും. നെക്സ്റ്റ് വി മൂവ് ടു ദി സിമുലേറ്റേഴ്സ്. Simulator is a software tool which is used for simulating the various conditions for checking the functionality of the application firmware. The integrated development
environment, അതായത് IDE itself will be providing simulator support, and they help in the debugging the firmware for checking its required functionality. Certain കേസസിൽ സിമുലേറ്റർ നമ്മൾ ഒരു സോഫ്റ്റ് മോഡൽ, ഫോർ എക്സാമ്പിൾ GUI മോഡൽ എന്നൊക്കെ കേട്ടില്ലേ, അങ്ങനെ ഒരു മോഡലായിട്ട്, ഒരു എംബഡഡ് പ്രൊഡക്റ്റിൻ്റെ മോഡലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിലൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് നമുക്ക് അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ മെനു, യൂസർ ഇൻ്റർഫേസ് അതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ് മോഡൽ ഉപയോഗിക്കും. അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ് മോഡലായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? സിമുലേറ്റർ ഉപയോഗിക്കാം. സോഫ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സിമുലേറ്ററിന് എക്സാമ്പിളാണ്. ഈ സിമുലേറ്റേഴ്സിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ് സിമുലേറ്റേഴ്സ്. പിന്നെ നമുക്കൊരു റിയൽ ടാർഗറ്റ് സിസ്റ്റത്തിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യവുമില്ല. സിമുലേറ്റർ ഈസ് വെരി പ്രിമിറ്റീവ്, അതായത് ലാക്ക് ഓഫ് ഫീച്ചേർഡ് IO സപ്പോർട്ട്, എവറിത്തിങ് ഈസ് സിമുലേറ്റഡ് ടു വൺ. അതാണ് സിമുലേറ്റർ, പ്രിമിറ്റീവാണ്. നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് റിയൽ ടൈം ബിഹേവിയർ. ഇനി നമുക്ക് സിമുലേറ്ററിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമുലേറ്റർ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാം ഡീബഗ്ഗിങ്ങിനാണ്. അപ്പോൾ നമുക്ക് ഈ ഡീബഗ്ഗിങ്, സിമുലേറ്റർ ബേസ്ഡ് ഡീബഗ്ഗിങ് ചെയ്യുമ്പോഴുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ നീഡ് ഫോർ ഒറിജിനൽ ടാർഗറ്റ് ബോർഡ്. അതായത് IDE's software support simulates the CPU of the target board. User only needs to know about what memory map of various devices within the target board, and the firmware should be written on the basis of it. So we need not original target board. നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമുലേറ്റ് IO പെരിഫറൽസ്. സിമുലേറ്റർ പ്രൊവൈഡ്സ് ദ ഓപ്ഷൻ ടു സിമുലേറ്റ് വേരിയസ് IO പെരിഫറൽസ്. അതായത് നമുക്ക് ഡിഫറെൻറ്റ് IO പെരിഫറൽസിനെ സിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സിമുലേറ്റേഴ്സിൻ്റെ IO സപ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് IO രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് വാല്യൂസ് ഇൻ ദ ഫേംവെയർ എക്സിക്യൂഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും, ചേഞ്ച് ചെയ്യാനും പറ്റും. അതായത് ചില വാല്യൂസൊന്നും നമുക്ക് ആവശ്യമായിട്ടുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമുലേറ്റ്സ് അബ്നോർമൽ കണ്ടീഷൻ. അതായത് ഈ സിമുലേഷൻ സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് അബ്നോർമൽ കണ്ടീഷൻസിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ കുറച്ച് കണ്ടീഷൻസിനോടൊന്ന് മാച്ച് ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിലും നമുക്കിതൊന്ന് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫേംവെയർ ആ ഒരു ഇതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള നമുക്ക് ഒരു അബ്നോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഈ സിമുലേറ്റർ ബേസ്ഡ് ഡീബഗ്ഗിങ്ങിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ദി റിയൽ ബിഹേവിയർ. സിമുലേറ്റർ ബേസ്ഡ് ഫേംവെയർ ഡീബഗ്ഗിങ് ഈസ് ഓൾവേസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് where the developer may not be able to debug the firmware under all possible combinations of input. അതായത് ഡെവലപ്പർ ഈ ഫേംവെയറിൻ്റെ കോമ്പിനേഷൻസ് ഓഫ് ഇൻപുട്ട് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ എല്ലാത്തിനും ഡീബഗ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പറിന് കേപ്പബിൾ ആയിരിക്കില്ല. അതാണ് ഡീവിയേഷൻ ഫ്രം ദ റിയൽ ബിഹേവിയർ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് ലാക്ക് ഓഫ് റിയൽ ടൈംലിനെസ്. അതൊരു മേജർ ലിമിറ്റേഷനാണ്. അതായത് ഡീബഗ്ഗിങ് ഈസ് എ ഡെവലപ്പർ ഡ്രിവൺ ആൻഡ് ഇറ്റ് ഈസ് നോ വേ
കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് റിയൽ ടൈം ബിഹേവിയർ. അതായത് ഡെവലപ്പറാണ് നമുക്ക് ഡീബഗ്ഗിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സ്, പക്ഷേ നോട്ട് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് റിയൽ ടൈം ബിഹേവിയർ, അത് നമുക്ക് കേപ്പബിൾ അല്ല. മോറോവർ ഇൻ എ റിയൽ ടൈം ആപ്ലിക്കേഷൻ the IO condition may be varying, unpredictable. Simulation goes for simulating those conditions for known values. ഇതാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസ് ഓഫ് ദി സിമുലേറ്റർ ബേസ്ഡ് ഡീബഗ്ഗിംഗ്. താങ്ക് യു.